മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ, ഈ വർഷം തീരാൻ പോവാ. നാളെ നാളെ പുതിയ ദിവസമാണ്. നാളെ നമ്മൾ 100ാമത്തെ എപ്പിസോഡ് വരുന്ന ദിവസമാണ്. മക്കളുടെ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് എന്തായാലും ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ് നിങ്ങൾക്ക് തന്നേക്കാം കേട്ടോ. ഈ വർഷത്തിൽ എന്തെങ്കിലും കുറവോ പോരായ്മയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങ് ക്ഷമിക്കപ്പെടാനും, അതേപോലെ തന്നെ ഇന്ന് രാത്രി 12 മണി മുതൽ നിങ്ങൾക്കൊരു പ്രത്യേക കൃപ ലഭിക്കും. കാരണം ഞാൻ നാളെ വൈകുന്നേരം ആശീർവാദം തന്നു കഴിഞ്ഞാൽ ഏതായാലും അതാ 1-ാം തീയതിയുടെ ഒരു ഇത് അത് ചെറുതായിട്ട് തന്നേക്കാം, എന്നാലും ഇത് തന്നേക്കാം കേട്ടോ. കുഞ്ഞുങ്ങളെ, ഹലോ, നാളെ 1-ാം തീയതിയാണ്. നല്ല ബെസ്റ്റായിട്ട് പള്ളിയിൽ പോകണം കേട്ടോ. പള്ളിയിൽ പോകണം. എന്നിട്ട് 1-ാം തീയതി പള്ളിയിൽ പോയി ഒരു നല്ല തുടക്കം അങ്ങനെ കേട്ടോ. പറ്റുവാണെങ്കിൽ എല്ലാവരും നാളെ ഒന്ന് പള്ളിയിൽ പോകണം, നല്ലതായിരിക്കും അല്ലേ? മുൻ ചെയ്താലോ അല്ലേ? എന്നിട്ട് പറ്റുവാണെങ്കിൽ ഞാൻ അച്ഛൻ പറഞ്ഞുകൊണ്ട് പള്ളിയിൽ പോയി എന്ന് പറഞ്ഞിട്ട് സാക്ഷ്യം കൂടി എഴുതി അയക്കണം. ബുദ്ധിമുട്ടാവില്ല, വാട്സപ്പിൽ അയച്ചാലും മതി കേട്ടോ. എന്നാൽ അതൊരു സാക്ഷിയല്ലേ. അപ്പോൾ അച്ഛൻ്റെ കാര്യം പറഞ്ഞു, അപ്പോൾ ഈശോ പറഞ്ഞ പോലെ തോന്നി പോയി. നിങ്ങൾ ഈ 1-ാം തീയതി ഞങ്ങളിന്ന് ദേവാലയത്തിൽ പോയി കഴിയുമോ, ഈ വർഷം നിങ്ങൾക്കൊരു അനുഗ്രഹം ഉണ്ടാവും അല്ലേ? പുരോഹിതന്മാരുടെ വാക്കുകൾ വിശ്വസിക്കാൻ ബൈബിൾ വചനമുണ്ട്. നിങ്ങൾക്ക് സംഭവിക്കും. ഈശോയുടെ നാമത്തിൽ ഞാൻ പറയാം, ദൈവാനുഗ്രഹം ഉണ്ടാവും കേട്ടോ. ഒരു സാക്ഷ്യം വായിക്കട്ടെ. പ്രിയപ്പെട്ട വിനോദിച്ച എൻ്റെ കുടുംബാംഗങ്ങൾ, അത് സൂപ്പറായിട്ടോ. അപ്പോൾ എനിക്ക് മാത്രമല്ല, അതായത് അവർ പറയും എൻ്റെ കുടുംബാംഗങ്ങളെ. എൻ്റെ പേര് ആഷ. ഞാൻ ഈശോയ്ക്ക് സാക്ഷ്യം പറയുന്നതിനാണ് എഴുതുന്നത്. ഞങ്ങൾക്ക് 8 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. 8 വർഷം പ്രാർത്ഥനയോടെ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ 1 ഡേ കൺവെൻഷൻ കുറവലങ്ങാട് നവംബർ 2022 കൂടാനിടയായി. കുറവലങ്ങാട് എല്ലാ 2-ാം വെള്ളിയാഴ്ചകളിലും വൈകുന്നേരമാണ് കൺവെൻഷൻ. സായാഹ്ന കൺവെൻഷൻ നിങ്ങൾക്കറിയാം. അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈ തൊച്ച് പ്രാർത്ഥിക്കുകയും ഈശോ കുഞ്ഞിനെ തരുമെന്ന് പറയുകയും ചെയ്തു. ഒരു ചികിത്സയും കൂടാതെ 3 മാസത്തിന് ശേഷം പ്രഗ്നൻ്റ് ആവുകയും ഈ നവംബർ 15-ാം തീയതി ഒരു പെൺകുഞ്ഞിനെ ഈശോ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഹല്ലേലൂയാ. നമുക്ക് നിങ്ങൾ വീട്ടിൽ കൊത്തിയിരുന്നാൽ പോരാ കേട്ടോ. കുറവലങ്ങാട് സായാഹ്ന കൺവെൻഷനൊക്കെ വരണം. ഇപ്പോൾ ഈ ജനുവരി ചിലപ്പോൾ ഞാൻ കാണുകയില്ല. അതിന് പറയാം, നിങ്ങൾ കൂനമ്പാവിൽ വന്നാൽ മതി കേട്ടോ. കൂനമ്പാവ് 10, 11, 12, 13, 14 അങ്ങനെ 5 ദിവസത്തെ കൂനമ്പാവ് കൺവെൻഷൻ. 5-ാമത്തെ ദിവസം ബഹുമാനപ്പെട്ട സേവർക്ക വട്ടാലച്ചിട്ടുണ്ടാവും. വലിയ കൺവെൻഷനാണ് കൂനമ്പാവ് കൺവെൻഷൻ. അതിൻ്റെ ഈ പ്രാവശ്യം നിങ്ങൾ വരാൻ പറ്റുന്നവരെല്ലാം വരണം. ഇപ്പം തന്നെ നേരത്തെ പ്ലാൻ ചെയ്തു കേട്ടോ. വണ്ടിയൊക്കെ വിളിച്ച് വരണം. അച്ഛൻ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ അച്ഛൻ 1800ാമത്തെ എപ്പിസോഡ്, അതെല്ലാം 100ാമത്തെ എപ്പിസോഡ്. കാരണം നോർമൽ ഡെലിവറിക്ക് വേണ്ടി പിന്നെ പ്രാർത്ഥന, അതുപോലെ തന്നെ സമയത്തിന് പൂർണ്ണതയിൽ കർത്താവ് കുഞ്ഞിനെ നോർമൽ ഡെലിവറി നൽകി കർത്താവ് അനുഗ്രഹിച്ചു. അങ്ങനെ എല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ നടന്നു എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ്. ഓക്കെ, കർത്താവ് പിന്നെ പറയാണ്, ആ ഒരു വചനമൊക്കെ വായിച്ചു. പിന്നെ യേശയ്യായിലെ വചനമൊക്കെ, ഗർഭപാത്രം അടയ്ക്കാത്ത കർത്താവ്, തുറന്നു തരുന്ന കർത്താവ് എന്നൊക്കെ പറയുന്ന ആ ഒരു വചനമൊക്കെ യേശയ്യായിലെ വചനമൊക്കെ വായിച്ചു എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നോക്കിയെന്ന് 8 വർഷമാണ് മക്കളിൽ. ഒരു കുറവലങ്ങാട് വന്ന സമയത്ത് ആ കുറവലങ്ങാട് കൺവെൻഷനാണെങ്കിൽ തലേ തൊട്ട് പ്രാർത്ഥിക്കാൻ ജസ്റ്റ് 1 സെക്കൻഡ് പോലും ഇല്ല. ഇങ്ങനെ ജസ്റ്റ് തൊട്ട് ശരി കേട്ടോ കൊച്ചുണ്ടാവത്തിന് പറഞ്ഞുകൊണ്ട് ഈശോയാണെങ്കിൽ എൻ്റെ ഈശോയെ, അതാണ് നിങ്ങൾ അങ്ങനെ കർത്താവിൻ്റെ ദാസന്മാരുടെ വാക്കുകളെ വിശ്വസിക്കുക. അത് ദൈവം അനുഗ്രഹിക്കുന്നു പറഞ്ഞതിന് കാരണം അതാണ്. പ്രൈസ്. എനിക്ക് എന്തായാലും ഈ കാര്യത്തിലൊക്കെ നല്ല വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് 1 സാമുവേൽ 1:15 ബന്ധപ്പെട്ട, അതെല്ലാം ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അന്നയ്ക്ക് മക്കളില്ലാതിരുന്നതിൻ്റെ പശ്ചാത്തലത്തിലെ വചനങ്ങളാണ്. അവൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. അവൾ പ്രതിഭജിച്ചു, എൻ്റെ ഗുരു, അങ്ങനെയല്ല, ഞാൻ വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ്. ഞാൻ വീഞ്ഞോ ലഹരിപാനങ്ങൾ ഞാൻ കുടിച്ചിട്ടില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. ഇന്നലത്തെ എൻ്റെ ബാക്കിയാണ്. 1 സാമുവേൽ 13 നിലക്കട്ടെ. അതായത് ഇവളിങ്ങനെ അധരങ്ങൾ ഇന്നലെ വേറൊരു കാര്യം, ഈ ടോക്ക് കേൾക്കുന്നവർ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ ടോക്ക് കേൾക്കണേ. അതിനകത്തുള്ള സാക്ഷ്യങ്ങൾ കേൾക്കണം കേട്ടോ. എന്നിട്ട് വേണം നാളത്തെ ആശീർവാദത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങാൻ വേണ്ടിയിട്ട്. അത് പ്രത്യേകം ഓർക്കണേ. അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ, ഹന്നയ്ക്ക് മക്കളില്ല, ഭയങ്കര സങ്കടമാണ്. അവൾ കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ ഹൃദയവികാരങ്ങൾ പറയുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏലിക്ക് പുരോഹിതന് കേട്ടപ്പോൾ ഇവളിങ്ങനെ വെള്ളം അടിച്ചിട്ട് തോന്നുകയാണ്. അപ്പോൾ ചോദിച്ചു, നീ എന്നെ ഇങ്ങനെ രാവിലെ വന്ന് പൊലമ്പുന്നേ? അപ്പോൾ പറയാണ്, ഇല്ല ഗുരു, എൻ്റെ ഗുരു അങ്ങനെയല്ല, ഞാൻ ഒരുപാട് ഹൃദയത്തിൽ വേദനയാണത്. ഈ വചനം കേൾക്കുന്ന ഒരുപാട് പേർ ഹൃദയത്തിൽ വേദനയുണ്ട്. മക്കളില്ലാത്തതിൻ്റെ വേദന, മക്കളുണ്ടായിട്ട് മക്കൾ വഴിവിട്ട് നടക്കുന്നതിൻ്റെ വേദന, രോഗങ്ങൾ, കടബാധികൾ, പ്രശ്നങ്ങൾ, വേദന. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന അടുത്ത വാക്യം എങ്ങനെയാണ്? ഞാൻ വീഞ്ഞോ ലഹരി ഒന്നും കുടിച്ചിട്ടില്ല. ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ പകരുകയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവവേദനയിലെ മനോവേദന എന്ത് ചെയ്യണമെന്നറിയാവോ? പിന്നെ എൻ്റെ മനോവേദന, ഒരുപാട് മനോവേദനയുണ്ട്. ഞാൻ കർത്താവിന് നല്ല വെള്ളം ഒഴിക്കുന്നത് പോലെ ഇങ്ങനെ പകരുകയാണ്. അതുകൊണ്ട്
എന്തെങ്കിലും മനസ്സിന് വിഷമമുള്ള ഒരാളുണ്ടെങ്കിൽ ഈശോയുടെ ഈശോയുടെ നാമത്തിൽ ഈശോയുടെ സാന്നിധ്യം ഞാൻ പറയുകയാണ്, നിങ്ങൾ ദൈവസന്നിധി വികാരങ്ങൾ അതേപോലെ പകരണം. ചില ആൾക്കാർ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കരയാൻ പാടില്ല, പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷിക്കാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ സ്തുതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ്? അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരുന്നതാണ് പ്രാർത്ഥന. നമ്മുടെ ഹൃദയത്തെ സന്തോഷം തോന്നിയ സന്തോഷം പ്രകടിപ്പിക്കുക, കരച്ചിൽ വന്ന് കരയുക, ചിരിക്കാൻ തോന്നി ദൈവസന്നിധിയിൽ ഇരുന്ന് സന്തോഷിക്കുക. അതാണ് പ്രാർത്ഥന. ആനയിൽ നിന്ന് പഠിക്കുക. ഞാൻ പറഞ്ഞ സീരിയസ് ആയില്ലല്ലോ. ഈശോ വൃത്തി അനുഗ്രഹിക്കട്ടെ. നമുക്കൊരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കർത്താവ് കുടുംബങ്ങളെ, വ്യക്തികളെ ആശീർവദിക്കുക. ഇപ്പോൾ ഈ വചനം കേട്ടപ്പോൾ ആ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടിയുള്ള ആശീർവാദം എന്ന് ഭവിക്കട്ടെ കർത്താവെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഈ ഒരു വർഷക്കാലം അവസാനിച്ച് 2023 അവസാനിച്ച് 2024 ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഈ വർഷത്തിൽ വന്നു പോയ എല്ലാ പാപഘട്ടങ്ങളിലുമേലും കർത്താവ് ഞങ്ങളെല്ലാം കുമ്പസാരത്തിൽ ഏറ്റു പറയാത്തതാവാം. എൻ്റെ കർത്താവെ, ഒരു കരുണയുടെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അതെല്ലാം ഒന്ന് അനുദപിച്ച് കുമ്പസാരിച്ച് ഏറ്റു പറഞ്ഞ് വിടുതൽ പ്രാപിക്കണം, അനുഗ്രഹിക്കണമേ കർത്താവേ. നന്മ പ്രവർത്തികളെല്ലാം അവിടെ നോർക്കണമേ. ഹെബ്രായർ 8:12 പ്രകാരം ഞങ്ങളുടെ പാപങ്ങൾ അവിടെ നിന്ന് മറക്കണമേ കർത്താവേ. ദൈവമേ, ഒരു വർഷം ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഈ വർഷത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഈശോയുടെ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കാൻ, അങ്ങനെ സമർപ്പിക്കുന്നവർക്ക് ആശീർവാദം ഭവിക്കട്ടെ. അതേസമയം തന്നെ കർത്താവ് ഇന്ന് രാത്രി 12 മണി സമയത്തൊക്കെ എഴുന്നേറ്റ് ആശീർവാദം സ്വീകരിക്കുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടി പ്രത്യേകം ആശീർവദിക്കുകയാണ്. ഒരുപക്ഷെ ആ സമയത്ത് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടാവാം. എൻ്റെ കർത്താവ്, നാളെ എല്ലാവർക്കും ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനെ സംബന്ധിക്കാനുള്ള വഴി തുറക്കപ്പെടട്ടെ കർത്താവ്. ഈ വർഷം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി കർത്താവ് മാറ്റും. ദൈവമേ, നിങ്ങളുടെ കുടുംബങ്ങൾ, വംശങ്ങൾ, തലമുറകൾ, പാരമ്പര്യങ്ങൾ, നിങ്ങൾക്കുള്ളത് എല്ലാത്തിനെയും ആശീർവദിക്കുക, അനുഗ്രഹിക്കുകയാണ്. 2024 ഈശോയുടെ കൂടെ ജീവിക്കുന്ന വർഷമായി, ഈശോ നിങ്ങളോട് ജീവിക്കുന്ന വർഷമായി മാറ്റപ്പെടട്ടെ. എല്ലാം നന്മയായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.